നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. ലൈഫ് അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെതിരെ കൂടുതൽ തെളിവുകൾ. സ്വപ്നയും രവീന്ദ്രനുമായുള്ള ചാറ്റ് പുറത്ത്. സഹായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പുറമെ വ്യക്തിപരമായ വിഷയങ്ങളും വാട്സ്ആപ്പ് ചാറ്റ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലുള്ള കൂടുതൽ ചാറ്റുകളും പുറത്ത്. UAE-യിലെ റെഡ് ക്രസന്റിനെ എങ്ങനെ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് 2019 നടത്തിയ ചാറ്റാണ് പുറത്തുവന്നത്. റെഡ് ക്രസന്റ് സർക്കാരിന് നൽകേണ്ട കത്തിന്റെ മാതൃകയും ശിവശങ്കർ നൽകി. കൗൺസിലേറ്റിന്റെ കത്തുകൂടി ചേർത്ത് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനും ചാറ്റിൽ ശിവശങ്കർ നിർദ്ദേശിക്കുന്നു. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ വെട്ടിലാക്കുന്ന മൊഴി ആവർത്തിച്ച് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ. ശിവശങ്കർ പറഞ്ഞിട്ടാണ് സ്വപ്ന സുരേഷിന് ലോക്കൽ തുറന്നു നൽകിയെന്ന് EDക്ക് മൊഴി നൽകി. ശിവശങ്കറിന്റെ കസ്റ്റഡി അപേക്ഷയിൽ ഇത് ഉൾപ്പെടുത്താതിരുന്നു. ആകാശ് തില്ലങ്കേരിയുടെ 2 കൂട്ടാളികൾ പിടിയിൽ. ജിജോ തില്ലങ്കേരിയും ജയപ്രകാശ് തില്ലങ്കേരിയും അറസ്റ്റിൽ. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന DYFI പ്രവർത്തകയുടെ പരാതിയിലാണ് അറസ്റ്റ്. ആകാശ് തില്ലങ്കേരി ഒളിവിലെന്ന് പോലീസ്. ആകാശ് തില്ലങ്കേരി ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്ത്രീത്വത്തെ അപമാനിച്ച ആകാശിനെ പോലീസ് പിടികൂടും. ഷുഹൈബ് വധക്കേസിൽ അന്വേഷണത്തിന് CBI വരുന്നതിനോട് എതിർപ്പില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. കിഫ്ബിയിൽ എല്ലാം സുതാര്യമെന്ന് തെളിഞ്ഞതായി തോമസ് ഐസക് ന്യൂസ് 18നോട്. റിസർവ് ബാങ്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം അതിന് തെളിവ്. EDക്ക് ശ്വാസം മുട്ടുമെന്നല്ലാതെ എത്ര മുങ്ങിത്തപ്പിയാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. മസാല ബോണ്ട് വഴി വിദേശത്ത് നിന്ന് പണം സമാഹരിക്കാൻ കിഫ്ബിക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നായിരുന്നു റിസർവ് ബാങ്കിന്റെ സത്യവാങ്മൂലം. കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിലെ മുഖ്യപ്രതിയും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റുമായ അനിൽകുമാർ അറസ്റ്റിൽ. തമിഴ്നാട്ടിൽ നിന്നാണ് അറസ്റ്റിലായത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി. കേസിന്റെ സാക്ഷി വിസ്താരത്തിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതോടെ മഞ്ജു വാര്യർ ഉൾപ്പെടെ കേസിലെ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കും. സാങ്കേതിക സർവകലാശാല VCയെ നിയമിക്കേണ്ടത് സർക്കാർ ആണെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ സിസ തോമസിനെ പുറത്താക്കാൻ തിരക്കിട്ട നീക്കം. VC സ്ഥാനത്തേക്ക് 3 പേരുകൾ സർക്കാർ ഇന്ന് നിർദ്ദേശിച്ചേക്കും. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ബൈജു ഭായിക്ക് മുൻഗണന. KSRTC ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള നിർദ്ദേശം നയപരമായ തീരുമാനമല്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. തൽക്കാലത്തേക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് ഇത്. ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം മാനേജ്മെന്റിന് ഉണ്ട്. സർക്കാർ വിഹിതം മുടങ്ങുമെന്ന ആശങ്ക വേണ്ടെന്നും മന്ത്രി. KSRTCയുടെ കള്ളക്കണക്ക് ധനമന്ത്രി പരിശോധിക്കണമെന്ന് CITU. മന്ത്രിയും CMDയും നിലപാട് തിരുത്തണം. ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നും KSRTEA. ജീവനക്കാർ CMD ബിജു പ്രഭാകറിന്റെ കോലം കത്തിച്ചു. പെട്രോളും ഡീസലും GSTയിൽ ഉൾപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നഷ്ടപരിഹാര കാലാവധി നീട്ടണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യമെന്നും മന്ത്രി. വെള്ളക്കരം വർധനയിൽ വീഴ്ച സംബന്ധിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. 9 വർഷത്തിനു ശേഷമാണ് വെള്ളക്കരം കൂട്ടുന്നത്. കുടിശ്ശിക പിരിച്ചെടുത്തിരുന്നുവെങ്കിൽ വെള്ളക്കരം വർദ്ധിപ്പിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും ന്യൂസ് 18നോട് മന്ത്രി. ഇനി വെള്ളക്കരം കൂട്ടി ജനങ്ങൾക്ക് അധിക ഭാരമുണ്ടാക്കില്ലെന്ന് മന്ത്രി. നല്ല സേവനം നൽകാൻ കൂടിയാണ് വർധനയെന്നും ന്യായീകരണം. റോ വാട്ടർ സിസ്റ്റം കൊണ്ടുവരുന്നത് പരിശോധിക്കും. ജനങ്ങൾ വെള്ളം മിതമായി ഉപയോഗിക്കണമെന്നും റോഷി. ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചയിൽ മുസ്ലിം സംഘടനകളുടെ രൂക്ഷ വിമർശനം തുടരുന്നു. RSSും ജമാഅത്തെ ഇസ്ലാമിയും പരസ്പരം പോഷിപ്പിച്ചുകൊണ്ടാണ് വളർന്നതെന്നും പുറത്തുവരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാവട്യമെന്നും KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ AI അബ്ദുൽ മജീദ് സൊലാഹി. ജമാഅത്തെ ഇസ്ലാമിയുടെ കപടമുഖം മതേതര സമൂഹം തിരിച്ചറിയണമെന്നും മജീദ് സൊലാഹി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ നിലപാട് കടുപ്പിച്ച് സമസ്ത. ജമാഅത്തെ ഇസ്ലാമിക്ക് RSSനെ ഭയമാണെന്നും അതുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുത്തതെന്നും സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. വീണ്ടും നിരോധിക്കുമോ എന്ന ഭയമുണ്ടാകാം. ഇങ്ങനെ ഭയപ്പെട്ട് കഴിയുന്നതിനേക്കാൾ നല്ലത് ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടുന്നതാണെന്നും ഉമർ ഫൈസി.
ചർച്ചയെ ന്യായീകരിക്കുന്ന നിലപാട് ആവർത്തിച്ച് ജമാഅത്തെ ഇസ്ലാമി ഒറ്റയ്ക്കോ രഹസ്യമായോ RSSുമായി നടത്തിയ ഡീൽ അല്ല നടന്നതെന്ന് വ്യക്തമാക്കിയതാണെന്നും മാധ്യമം ദിനപത്രത്തിലെ ലേഖനത്തിൽ ജമാഅത്തെ ഇസ്ലാമി. തമിഴ്നാട് തെങ്കാശിയിൽ റെയിൽവേ ജീവനക്കാരിക്ക് നേരെ ആക്രമണം. പാവൂർ സത്രം റെയിൽവേ ഗേറ്റ് ജീവനക്കാരിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റ യുവതിയെ തിരുനെൽവേലി റെയിൽവേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലിൽ വിഷാംശം കണ്ടെത്തിയ സംഭവത്തിൽ നിയമ നടപടികൾ ആരംഭിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പാലിൽ കണ്ടെത്തിയത് അഫ്ലോടോക്സിൻ. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ 10% സാമ്പിളിലും ഇതേ വിഷാംശം. പെരിന്തൽമണ്ണയിൽ വൻ കുഴൽപ്പണവേട്ട. വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടികൂടിയത് 1.45 കോടി. 3 പേർ കസ്റ്റഡിയിൽ. വയനാട് മുത്തങ്ങയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 78 ഗ്രാം MDMA പിടികൂടി. മലപ്പുറം തിരൂരങ്ങാടി കുറ്റൂർ സ്വദേശി ഇൻഷാദ് അറസ്റ്റിൽ. 5 ലക്ഷം രൂപ വരുന്നതാണ് പിടികൂടിയ MDMA. കോട്ടയം കാണക്കാരിയിൽ അപകടത്തിൽ മധ്യവയസ്കൻ മരിച്ചു. ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കാണക്കാരി ജംഗ്ഷന് സമീപം ബസ്സിനടിയിൽപ്പെട്ടാണ് അപകടം. കാണക്കാരി ചാത്തമല സ്വദേശി ഗോപിയാണ് മരിച്ചത്. കാസർഗോഡ് പള്ളിക്കരയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രോഗിക്ക് പരിക്കേറ്റു. കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് മറിഞ്ഞത്. പരിക്കേറ്റ രോഗിയെ മറ്റൊരു ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് പിരായിയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ചു. ഗർഭിണി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. രാഹുൽ ഗാന്ധി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ച മെഡിക്കൽ ഉപകരണങ്ങൾ അടങ്ങിയ കണ്ടെയ്നർ തിരിച്ചയച്ചതിൽ പ്രതിഷേധം ശക്തം. താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർക്കെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് നടന്ന മാർച്ച് ആശുപത്രി പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. ആലപ്പുഴയിൽ പോക്സോ കേസിൽ പോലീസ് പിടിയിലായ ആൾ സ്റ്റേഷനിൽ വെച്ച് സ്വയം ദേഹത്ത് മുറിവേൽപ്പിച്ചു. കരുമാടി തെക്കേ പുതുക്കോടത്ത് വേണുഗോപാല കൈമളാണ് ദേഹത്ത് മുറിവേൽപ്പിച്ചത്. ഇയാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ചാലിയം ഇമ്പിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ ഒരു സംഘം മർദ്ദിച്ചു. പ്രതിഷേധ പ്രകടനം നടത്തി സംയുക്ത അധ്യാപക സമിതി. എറണാകുളം കാലടിയിൽ വിദ്യാർത്ഥിനിയെ തെരുവ് നായ കടിച്ചു. കാലടി മറ്റൂർ സ്വദേശി അന്നാമേരിക്കാണ് കടിയേറ്റത്. കുട്ടിയെ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി ആനയിറങ്കലിൽ വീണ്ടും റേഷൻ കട തകർത്ത് അരിക്കൊമ്പൻ എന്ന കാട്ടാന. വിതരണത്തിനായി എത്തിച്ചിരുന്ന ആട്ടമാവ് നശിപ്പിച്ചു. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ആന കട തകർക്കുന്നത് 3ാം തവണ. സമീപത്തെ തൊഴിലാളി ലയവും ആന തകർത്തു. നിലമ്പൂരിൽ വീടിനുള്ളിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗം അബ്ദുൾ മജീദ്. പാമ്പിനെ വനം വകുപ്പിന് കൈമാറി. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം കണ്ണാശുപത്രിക്ക് സമീപം പണി പൂർത്തിയാകാതെ കിടക്കുന്ന ബഹുനില കെട്ടിടത്തിന് സമീപത്തെ പറമ്പിൽ തീ പടർന്നു. അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. കോട്ടയം ചങ്ങനാശ്ശേരി തുരുത്തിയിൽ താറാവുകളെ വിഷം കൊടുത്തു കൊന്നു. തോട്ടുങ്കൽ കൊച്ചിത്രക്കടവിൽ പാലത്തിങ്കൽ PI സാബുവിന്റെ 100 താറാവുകളെയാണ് വ്യാഴാഴ്ച രാവിലെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. സാബുവിന്റെ പരാതിയിൽ ചങ്ങനാശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് വൈകിട്ട് 6 മുതൽ നാളെ വൈകിട്ട് 6 വരെ ട്രഷറി ഡാറ്റാബേസ് അറ്റകുറ്റപ്പണികൾ നടക്കും. ഈ സമയത്ത് ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുമെന്ന് ഡയറക്ടർ അറിയിച്ചു. ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പൊതുജനങ്ങൾ ട്രഷറി ഇടപാടുകൾ ഈ സമയത്തിന് മുൻപ് പൂർത്തിയാക്കണം.
സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച അക്ഷയ കേന്ദ്രങ്ങളുള്ള ജില്ലയായി കോട്ടയം മാറി. ജില്ലയിൽ 4 അക്ഷയ കേന്ദ്രങ്ങൾക്ക് കൂടി ISO അംഗീകാരം ലഭിച്ചു. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ അക്ഷയ കേന്ദ്രങ്ങൾക്കുള്ള ISO സർട്ടിഫിക്കറ്റുകൾ കൈമാറി. കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 20 വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 80 ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ നൽകിയത്. കാസർഗോഡ് ഇന്ധന സെസ്സിനെതിരെ ഒപ്പുശേഖരണവുമായി യുവമോർച്ച ജില്ലാ കമ്മിറ്റി. സെസ് ഏർപ്പെടുത്തിയത് ജനങ്ങൾക്ക് മാത്രമല്ല, കാസർഗോഡ് പോലുള്ള അതിർത്തി ജില്ലകളിലെ പെട്രോൾ പമ്പ് ഉടമകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണെന്ന് യുവമോർച്ച പറഞ്ഞു. കാസർഗോഡ് പെരിയ എരമകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റു. മർദ്ദിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മാർട്ടിനെ. പരിക്കേറ്റ മാർട്ടിൻ മംഗലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. CPM-കാരാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് കോൺഗ്രസ്. പട്ടിക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. പത്തനംതിട്ട ജില്ലയിലെ പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നു. ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. ആദിവാസി യുവാവിന്റെ മരണത്തിന് ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച് നടത്തി. വയനാട് പയ്യമ്പള്ളി ചെറൂർ ആദിവാസി കോളനിയിലെ കുളിയൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിലായത് വൈദ്യുതി വേലി സ്ഥാപിച്ച സ്ഥല ഉടമ ജോബി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റവും SC/ST നിയമപ്രകാരവും കേസെടുത്തു. ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ കൈവശമുള്ള ഭൂമികളുടെ അതിർത്തി നിർണയം, പോക്കുവരവ്, റീസർവേ അപാകതകൾ എന്നിവ 1 മാസത്തിനകം പരിഹരിക്കുന്നതിന് തീരുമാനമായി. വർഷങ്ങളായി വിവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് തീരുമാനമാകാതെ കിടന്ന വിഷയങ്ങളാണ് റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പരിഹരിക്കപ്പെട്ടത്. പ്രശ്നപരിഹാരത്തിനായി 2 സർവേയർമാർ അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും ധാരണയായി. വിവാദങ്ങൾക്കിടെ വെള്ളായണി ദേവീക്ഷേത്രത്തിലെ കാളിയൂട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദിഗ്ബലിക്ക് തുടക്കം. എന്നാൽ ഒറ്റനിറത്തിലുള്ള കൊടിതോരണങ്ങൾ അനുവദിക്കാനാവില്ലെന്ന സർക്കുലർ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന നിലപാടിൽ പോലീസ്. ഇത് അംഗീകരിക്കാനാവില്ല എന്ന് ഉത്സവ കമ്മിറ്റി. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ പോലീസ് കനത്ത ജാഗ്രതയിൽ. ആലപ്പുഴ ആലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പുതുതായി നിർമ്മിച്ച ഗജമണ്ഡപത്തിന്റെ സമർപ്പണം നടന്നു. G സുധാകരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. H സലാം, PP ചിത്തരഞ്ജൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. പ്രത്യക്ഷ രക്ഷദൈവ സഭാ സ്ഥാപകൻ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ 145ാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടന്നു. നെല്ലാട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഇരവിപേരൂർ PRDS വിശുദ്ധ മണ്ഡപത്തിൽ സമാപിച്ചു. PRDS പ്രസിഡന്റ് Y സദാശിവൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തെരുവ് സമാപിച്ചു. വഴിയോര കച്ചവട സംരക്ഷണ നിയമം എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുക, അന്യായമായ ഒഴിപ്പിക്കലുകൾ അവസാനിപ്പിക്കുക, വഴിയോര കച്ചവട തൊഴിലാളികൾക്ക് ലൈസൻസ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സമാപന സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടൺ ഹിൽ സ്കൂളിന് വീണ്ടും ബസ്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച സ്കൂൾ ബസ് ഗതാഗത മന്ത്രി ആന്റണി രാജു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫെഡറൽ ബാങ്ക് നൽകിയ പബ്ലിക് അഡ്രസ് സിസ്റ്റം ജെറ്റ് പമ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് റഷീദ് ആനപ്പുറം അധ്യക്ഷനായി. കാർഷിക സംരംഭകർക്ക് വഴികാട്ടിയാകുവാൻ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ DPR ക്ലിനിക്കുകൾ തുടർ പദ്ധതിയാക്കുമെന്ന് മന്ത്രി P പ്രസാദ്. 2 മാസം ഇടവേളകളിൽ ക്ലിനിക്ക് സംഘടിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെന്ന് മന്ത്രി. വൈഗ 2023ന്റെ ഭാഗമായി കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന DPR ക്ലിനിക്ക് കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പോട്ടിംഗ് മിശ്രിത മൺചട്ടികൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു. വില്ലേജ് ഓഫീസുകൾ സന്ദർശിച്ച് കാസർഗോഡ് കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് വിവിധ ഓഫീസുകളിലെത്തി ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിച്ചു. ശ്രേണിയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുഴകളിൽ നിന്ന് ചെളിയും അവശിഷ്ടങ്ങളും സംഭരിച്ച് സൂക്ഷിച്ച പ്രദേശവും പരിശോധിച്ചു. പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായി കടലുണ്ടി ഗ്രാമപഞ്ചായത്തും ചാലിയം കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് കിടപ്പ് രോഗികൾക്കായി സ്നേഹസംഗമം നടത്തി. മുൻ MLA
മുൻ MLA VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് V അനുഷ അധ്യക്ഷയായി. സ്വരാജ് ട്രോഫിയിൽ കോട്ടയം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 9ാം സ്ഥാനവും കരസ്ഥമാക്കി വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത്. 2021-22 സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണവും മറ്റ് പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നേട്ടം. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിവാഹത്തെക്കുറിച്ച് ഏകദിന സെമിനാർ നടത്തി. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ S. സുധീഷ് കുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KK ബാലൻ ഉദ്ഘാടനം ചെയ്തു. 1973 സമര പോരാളികളുടെ നേതൃസംഗമം NGO യൂണിയന്റെ നേതൃത്വത്തിൽ കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ചേർന്നു. സമര നേതൃസംഗമം CITU ജനറൽ സെക്രട്ടറി AV റസൽ ഉദ്ഘാടനം ചെയ്തു. പണിമുടക്കിന് ജില്ലയിൽ നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു. കോട്ടയം ഉരുളികുന്നം സെയിന്റ് ജോർജ് ദേവാലയത്തിന്റെ 1 വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷം മറ്റന്നാൾ സമാപിക്കും. മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമാപന യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. കലാസന്ധികളുമായി ഭാവ 2023 ദേശീയ നൃത്തോത്സവത്തിന് കൊച്ചിയിൽ തുടക്കം തിരിതെളിഞ്ഞു. പത്മശ്രീ കലാമണ്ഡലം ഗോപി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ആദ്യ ദിവസം ചലച്ചിത്രതാരവും നർത്തകിയുമായ പത്മശ്രീ ശോഭനയുടെ ഭരതനാട്യം അരങ്ങേറി. തിരുവനന്തപുരം പൊഴിയൂർ സ്റ്റേഷൻ SIക്ക് ഭീഷണിയും തെറി അഭിഷേകവും. SIയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ബോട്ട് ക്ലബ് ഉടമ മാഹിൻ. ലൈസൻസ് ഇല്ലാത്ത ബോട്ട് പിടിച്ചതാണ് പ്രകോപന കാരണം. ഭീഷണി സംഭാഷണം ന്യൂസ് 8 കിട്ടി. തിരുവനന്തപുരത്താണ് ഒരു ബോട്ട് ക്ലബ്ബ് ഉടമ പൊഴിയൂർ സ്റ്റേഷനിലെ SIയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. തെറി അഭിഷേകവും ഉണ്ടായിരുന്നു. VV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, എന്താണ് ഈ പ്രകോപന കാരണം? രഞ്ജിത്ത്, ഈ പൊഴിയൂർ ഭാഗത്ത് ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ട് ബോട്ടുകൾ ഓടുന്നുണ്ട്. അവിടെ നിരവധി ബോട്ടുകളുണ്ട്, ടൂറിസ്റ്റ് ബോട്ടുകളാണ്. പക്ഷേ ഈ ബോട്ടുകളിൽ പലതിനും ഫിറ്റ്നസ് ഇല്ല, ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് പല ബോട്ടുകൾക്കുമില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായ നടപടിയാണ് അവിടെ സ്വീകരിക്കുന്നത്. SI സജി ചുമതല ഏറ്റെടുത്ത ശേഷം 35 ബോട്ടുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അപകടമോ മറ്റോ സംഭവിച്ചാൽ ആളുകൾക്ക് ഇൻഷുറൻസ് തുക പോലും കിട്ടാത്ത തരത്തിൽ ആണ് നിയമവിരുദ്ധമായി ഈ ബോട്ടുകൾ അവിടെ സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടി സ്വീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ ബോട്ടുകൾ പിടികൂടുകയും തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ബോട്ടുടമകളിൽ ഒരാളായ മാഹിൻ SIയെ കഴിഞ്ഞ ദിവസം രാത്രി 1:30 മണിയോടുകൂടി വിളിച്ചതും ഭീഷണിപ്പെടുത്തുന്നതും, അതായത് ഇനി പരിശോധനയ്ക്ക് എത്തിയാൽ പിന്നെ ഉണ്ടാകില്ല എന്ന തരത്തിലായിരുന്നു ഭീഷണി. മാത്രവുമല്ല, ഉന്നത ഉദ്യോഗസ്ഥരോട് സമീപിച്ച് SIക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാകും തുടങ്ങി ഭീഷണി എന്ന് മാത്രമല്ല തെറി അഭിഷേകം. SIയെ ഈ ഫോൺ കോളിൽ മുഴുവൻ ഈ ബോട്ടുടമ തെറി വിളിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ. ഏതായിരുന്നാലും കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. പരിശോധന തുടരാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനവും. രഞ്ജിത്ത്, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതോടെ ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകും.